അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നതിലെ നടപടിക്രമത്തിലെ അനൌചിത്യം ചൂണ്ടിക്കാട്ടി സ്പീക്കർക്ക് കത്തയച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ടി.പി. കേസിലെ അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി നിഷേധിച്ച് സ്പീക്കർ നടത്തിയ പരാമർശം അനുചിതമാണ്. മറുപടി പറയേണ്ടത് സ്പീക്കറല്ലെന്നും മുഖ്യമന്ത്രിയാണെന്നും കത്തിൽ പറയുന്നു. സർക്കാർ പറയേണ്ട മറുപടി സ്പീക്കർ പറഞ്ഞത് ഉചിതമായില്ലെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നു. അൽ-അമീൻ തോട്ടുമുക്ക് നൽകും കൂടുതൽ വിവരങ്ങൾ. അൽ-അമീൻ, ഇന്നലെ തന്നെ ഇക്കാര്യം പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയതാണ്. ഇപ്പോൾ ഔപചാരികമായി ഇത് ഒരു സഭാരേഖയുടെ ഭാഗമാക്കുക, ഒരു പരാതിയുടെ രൂപത്തിൽ കൊണ്ടുവരിക എന്നതിലേക്ക് വി.ഡി. സതീശൻ കടക്കുകയാണ്. ഇനി എന്തായിരിക്കാം സാധ്യതകൾ? ഇന്നലെ ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കമാണ് ശൂന്യവേളയിൽ പ്രതിപക്ഷം ഉന്നയിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അതിനെ സ്പീക്കർ എതിർത്തുകൊണ്ട് അതിന് അനുവാദം നൽകിയിരുന്നില്ല. അത് ഇന്നലെ തന്നെ സ്പീക്കർക്കെതിരെ പ്രതിപക്ഷം തിരിയുന്നതിലേക്ക് നയിക്കുകയും ചെയ്തിരുന്നു. ഇതുപോലെ രേഖാമൂലം പ്രതിഷേധവും അതുപോലെ തന്നെ സ്പീക്കർക്കെതിരായിട്ടുള്ള നിലപാടും രേഖാമൂലം കത്തായി തന്നെ പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് നൽകിയിരിക്കുകയാണ്. അതിൽ പറയുന്നത് ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കങ്ങൾ, കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെയും ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ കയ്യിലാണുള്ളത്, ആഭ്യന്തര വകുപ്പിലാണുള്ളത്. സ്വാഭാവികമായും ആ രേഖകൾ പരിശോധിച്ച് മറുപടി പറയേണ്ടത് വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ്, സർക്കാരാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു രേഖകളും നിയമസഭാ സെക്രട്ടേറിയറ്റിൽ ഇല്ലതാനും. അങ്ങനെ ഇരിക്കെ ആ വിഷയത്തിൽ സർക്കാർ മറുപടി പറയേണ്ട കാര്യത്തിൽ സ്പീക്കർ മറുപടി പറഞ്ഞതും പരാമർശം നടത്തിയതും ഉചിതമായില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടുമാണ് പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും വരും ദിവസങ്ങളിലും പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങളെ സ്പീക്കർ ഈ വിധത്തിൽ സമീപിച്ചാൽ സ്വാഭാവികമായും സ്പീക്കർ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നു എന്ന തരത്തിലേക്ക് പ്രചരണം നടത്താനും UDF തയ്യാറായേക്കും. അതിന്റെ കൂടി തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയാണ് രേഖാമൂലം തന്നെ ഒരു പ്രതിഷേധം, അവരുടെ നിലപാട് പ്രതിപക്ഷം സ്പീക്കറെ അറിയിച്ചിരിക്കുന്നത്. സുജയ. ഓക്കെ, അൽ-അമീനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം.